ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ ശക്തി അത് മറ്റു വിശുദ്ധരേക്കാൾ കൂടുതലാണ്. മറ്റു വിശുദ്ധരുടെ മധ്യസ്ഥ ശക്തിയേക്കാൾ കൂടുതലാണ് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ ശക്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്കൊന്ന് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വം അനുസരിക്കും. പരിശുദ്ധ അമ്മ പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വം അനുസരിക്കും. അപ്പോസ്തല പ്രവർത്തനം 1:14 ഇവർ ഏകം മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അപ്പോൾ നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനം 1 ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. പന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ സ്ത്രീഹന്മാരുടെ മേൽ വരികയും അവിടെ അവർ അതിനുശേഷം സുവിശേഷ പ്രഘോഷണത്തിനായി ധീരതയോടെ പുറപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധമ്മ 120 പേരുണ്ടായിരുന്നു. 119 പേരും പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. സെക്യൂൻ മാളികയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ പ്രിയ പിതാവായ ദൈവത്തോട്, പിതാവിനോട് പരിശുദ്ധാത്മാവിനെ തരണമെന്ന് തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിതാവായ ദൈവം അതനുസരിച്ചു. പിതാവായ ദൈവം അനുസരിച്ച് പരിശുദ്ധാത്മാവായ ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ മക്കൾക്ക് ധാരാളമായി നൽകുന്ന ഒരു വലിയ കാഴ്ച നമുക്ക് പന്തക്കുസ്ത ദിവസത്തിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ കനായിലെ കല്യാണത്തിൽ പുത്രൻ തമ്പുരാൻ തൻ്റെ അമ്മ പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. ഉടനെ തന്നെ കർത്താവ് ഇടപെടുന്നു. ഈ അമ്മ റിക്വസ്റ്റ് ചെയ്തപ്പോൾ പുത്രൻ തമ്പുരാൻ, പുത്രനായ ദൈവം ഇടപെടുന്നു നമുക്ക് കാണാം. ലൂക്കായുടെ സുവിശേഷം 1:41 എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലീശോമയുടെ അടുത്തേക്ക്, തൻ്റെ ഇളയമയുടെ അടുത്തേക്ക് തിടുക്കത്തിൽ യാത്രയാവുന്ന പരിശുദ്ധ അമ്മ. അമ്മ അവിടെ ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ നമുക്കറിയാം, വാർദ്ധക്യത്തിൽ എലീശോമ ഗർഭം ധരിച്ചാണ്. അപ്പം ശാരീരികമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും അതുപോലെ മാനസികമായിട്ടുള്ള എല്ലാ മേഖലകളിലും ശക്തി ആവശ്യം. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവായി ദൈവത്തോട് പറഞ്ഞു, അമ്മ ഇളയമ്മയൊന്ന് സഹായിക്കണമെന്ന്. അമ്മ അടുത്ത് ചെന്നതേ പരിശുദ്ധാത്മാവ് അനുസരിച്ച് ഇളയമ്മ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. പിതാവായ ദൈവം അനുസരിച്ചു, പുത്രനായ ദൈവം അനുസരിച്ചു, പരിശുദ്ധാത്മാവായ ദൈവം അനുസരിച്ചു. പരിശുദ്ധ ത്രിത്വം പരിശുദ്ധ അമ്മ പറയുന്നത് അനുസരിക്കും. പരിശുദ്ധ അമ്മ ഒന്ന് നെടുവീർപ്പിട്ടാൽ മതി, പരിശുദ്ധ ത്രിത്വം ഒരിക്കലും അത് നിരസിക്കില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ഒരു മധ്യസ്ഥ ശക്തി, എന്തുകൊണ്ടാണ് ഇത്രയൊരു സ്വാധീനം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മയ്ക്കുള്ളത്? നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ ഒരു കാരണം നമ്മൾ വചനത്തിലൂടെയും അതുപോലെ തന്നെ അമ്മയുടെ വെളിപ്പെടുത്തലുകളും, അമ്മ ലൂർദിലൊക്കെയും വെളിപ്പെടുത്തിയത് ഭരണതീത്തേക്ക് പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. പാപരഹിതമായ ഒരു ജനന അമ്മയുടെ ഉത്ഭവ പാപമില്ലാതെ ജനിച്ച, പാപരഹിതമായ ജീവിതം നയിച്ച, പാപത്തിൻ്റെ സ്വാധീനമില്ലാതെ ജീവിതം നയിച്ച് മുന്നോട്ട് പോയ പരിശുദ്ധ അമ്മയ്ക്ക് ത്രിത്വത്തിൻ്റെ അടുത്ത് കൂടുതൽ സ്വാധീനമുണ്ട് മറ്റു വിശുദ്ധരേക്കാളും. അതുകൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥ ശക്തി വളരെ വലുതാണ്. വിശുദ്ധ ഫൗസ്റ്റീന എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ എന്ന പുസ്തകത്തിലെ പേജ് 302 ഇപ്രകാരം ഒരു ദർശനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിരാവിലെ മുതൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ദിവ്യബലിയുടെ സമയത്ത് വളരെ അത്യാകർഷമായ സ്വർഗീയ സൗന്ദര്യത്തോടെ പരിശുദ്ധ അമ്മയെ ഞാൻ ദർശിച്ചു. ആ അഭൗമിക സൗന്ദര്യത്തിൻ്റെ ഒരല്പമെങ്കിലും വിശദീകരിക്കുവാൻ എനിക്ക് വാക്കുകൾ ലഭിക്കുന്നില്ല. നീല അരക്കെട്ടോടുകൂടി തൂവെള്ള ഉടുപ്പും നീല മേലങ്കിയുമാണ് അമ്മ അണിഞ്ഞിരുന്നത്. ശിരസിൽ ഒരു കിരീടമുണ്ടായിരുന്നു. അമ്മയുടെ ശരീരത്തിൽ നിന്ന് അലൗകികമായ പ്രകാശകിരണങ്ങൾ ബഹിർഗമിച്ചിരുന്നു. ഞാൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ്, എന്നാൽ പ്രത്യേകമായി സഭയുടെ അമ്മയാണെന്ന് അമ്മ പറഞ്ഞു. അവൾ എന്നെ ഹൃദയത്തോട് ചേർത്ത് ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് നിരന്തരമായ അനുകമ്പ തോന്നുന്നു. അമലോത്ഭവ ഹൃദയത്തിൻ്റെ ശക്തി എൻ്റെ ആത്മാവിൽ ആ സമയം സന്നിവേശിക്കപ്പെട്ടു. അമലോത്ഭവ ഹൃദയത്തിൻ്റെ ശക്തി എൻ്റെ ആത്മാവിൽ ആ സമയം സന്നിവേശിക്കപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമലോത്ഭവ ഹൃദയത്തിൻ്റെ ശക്തിയാ പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അടുത്ത് സ്വാധീനം ചെലുത്താനായിട്ട് ഇത്ര കൂടുതൽ കഴിയുന്നത്
അമലോത്ഭവ ഹൃദയത്തിൻ്റെ ശക്തിയാണ്. നമുക്കറിയാം, ഒരു കെട്ടിടം പണിയുമ്പോഴേ പണിക്കാരൻ മുകളിൽ നിന്ന് പണിക്കാരൻ താഴെ നിന്ന ആളോട് സിമെൻറ്റും കട്ടയ്ക്ക് ചോദിക്കാൻ നോക്കിയാൽ, അപ്പോൾ താഴെ നിന്ന ആൾ ഇങ്ങനെ എറിഞ്ഞു കൊടുത്താൽ ഇത്തിരി ഹൈറ്റുള്ള കെട്ടിടം ഇങ്ങനെ എളുപ്പമല്ല, പണി മുന്നോട്ട് വേഗം നീങ്ങുന്നില്ല. ഇടയിലൊരാൾ ഇത് കൊണ്ടുകൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് പണി മുന്നോട്ടും വേഗം നീങ്ങും. ഇതാണ് പരിശുദ്ധ അമ്മ ചെയ്യുന്നത്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ യാചനകളെ ഏറ്റവും ഇടയിൽ നിന്നിട്ട്, മീഡിയേറ്ററായിട്ട് ഇടയിൽ നിന്ന് അമ്മ ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അടുത്ത് നമ്മുടെ യാചനകൾ എത്തിച്ച് നമുക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ വാങ്ങിത്തരുന്നു. ഞാൻ ഓർക്കുകയാണ് ഒരു സംഭവം. ഞാൻ അറിയുന്ന ഒരു അക്രൈസ്തവ മകള്, അമ്മയെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മകള്. ഈ ചേച്ചിയുടെ ഞാൻ കണ്ട ഒരു കാര്യമാണ്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഈ ചേച്ചിയുടെ കയ്യിലൊരു മുഴയുണ്ടായിരുന്നു. അപ്പോൾ അത് കീറിക്കളയാൻ നോക്കിയും പറഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോഴേ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അമ്മയോട് ഭയങ്കര ഇഷ്ടം ഇവർക്ക്. മാതാവിനെ അമ്മയെന്ന് വിളിക്കുമ്പോൾ തന്നെ സ്വർഗം ഇറങ്ങി വരുന്ന അങ്ങനത്തെ ആ ഹൃദയത്തിൻ്റെ ഭാവം നമുക്കറിയാം. ഇവർ ഇരിക്കുന്ന വഴിയിൽ അടിച്ചുവാരൻ അങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുന്ന ചേച്ചിയാണ് ഒരു സ്ഥാപനത്തിൽ. അപ്പോൾ ഇവർ ഇരിക്കുന്ന വഴിയിൽ ഒറ്റ കാര്യം ചൊല്ലിയുള്ളൂ, വലിയ പ്രാർത്ഥനകളൊന്നും അവർക്കറിയില്ല. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. അവരെന്നോട് പറഞ്ഞത് ഏകദേശം ഒരു 50,000 പ്രാവശ്യം ഇത് ചൊല്ലിയിട്ടുണ്ട്. ഇരിക്കുന്ന വഴിയിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടന്നു. ആ മുഴ അപ്പാടെ അപ്രത്യക്ഷമായി. ഇത് ഞാൻ കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ചയാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഫൗസ്റ്റീന പുണ്യവതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് നിരന്തരമായ അനുകമ്പ തോന്നുന്നു. അമ്മ ദയയുടെ സാഗരമാണ്. അമ്മ സ്നേഹക്കടല. തൻ്റെ മക്കളെ ചേർത്ത് ആശ്ലേഷിക്കുന്ന അമ്മയാണ്. അവൾക്ക് തൻ്റെ മക്കളൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ദൈവപിതാവിൻ്റെ പക്കൽ പറയാതിരിക്കാൻ വയ്യ. അവൾ പറഞ്ഞാൽ അത് അപ്പാടെ നടക്കും ചെയ്യും. അത് അമ്മയുടെ മധ്യസ്ഥ ശക്തിയുടെ പ്രത്യേകത. അപ്പോൾ ഈ ചേച്ചി അതിനുശേഷം പലരോടിത് പറഞ്ഞ് പിന്നീട് കുറേ പേർക്ക് ഇങ്ങനെയുള്ള അക്രൈസ്തവ മക്കൾക്ക് രോഗസൗഖ്യങ്ങളും ശാരീരിക മാനസിക അസ്വസ്ഥതകളും വിട്ടുപോകുന്നത് ഞാൻ നേരെ കണ്ടതാണ്. പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്ത്വനം അനുഭവിക്കുന്ന ഒരുപാട് മക്കൾ മാനസിക രോഗം വന്നിട്ട് പെട്ടെന്ന് ഉറ്റവരുടെ തൻ്റെ മകൻ്റെ ആക്സിഡൻറ്റ് മരണം മൂലം വേദനിച്ചിരിക്കുന്ന ഒരു വ്യക്തി അവിടെ അമ്മയുടെ രൂപം വച്ചിരിക്കുന്ന സ്ഥലത്ത് വന്ന് ഉച്ചത്തിൽ കരയുന്ന ഞാൻ കണ്ടതാണ്. കുറച്ച് കഴിഞ്ഞ് കരഞ്ഞു കഴിഞ്ഞപ്പോഴും അമ്മയെ നോക്കി. അപ്പോൾ ഒരു ദിവ്യ ശക്തി അമ്മയുടെ രൂപത്തിൽ നിന്ന് ഈ മകൻ്റെ മനസ്സിലേക്ക്, ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്ന് അദ്ദേഹം അവിടെ നിന്ന് മനസ്സ് ശാന്തമായിട്ട് എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടതാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തി അത്ര വലുതാണ്. പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 1-ാം വാക്യം, ഓരോരുത്തർക്കും ധാരാളമായി ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവ് പരിശുദ്ധമ്മ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുന്ന വ്യക്തികളുടെ ഈ ദിവസങ്ങളിൽ എനിക്ക് കാണാനിടയായി. ഒരു മരണസമയത്ത് ഒരു അമ്മ ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് നോക്കിയിട്ടാണ് മരിച്ചത്. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അവരുടെ കണ്ണ് അവസാനത്തെ ശ്വാസം എടുക്കുന്ന സമയത്ത് അവരുടെ കണ്ണ് പോയത് പരിശുദ്ധ അമ്മയുടെ രൂപത്തിലേക്കാണ്. ഒരു അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു മരിക്കുന്നത് എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. അപ്പച്ചൻ ഇങ്ങനെ ഞാൻ സ്വർഗത്തിൽ പോവാട്ടെ, നിങ്ങളെല്ലാവരും എനിക്ക് ഉമ്മതായോ, ഞാൻ സ്വർഗത്തിൽ പോവാന്ന്. അവസാനം നോക്കിയത് പരിശുദ്ധ അമ്മയുടെ ചിത്രം വച്ചിരിക്കുന്ന ഫോട്ടോയിലേക്കാണ്. നമുക്കറിയാം, അവസാനത്തെ സമയം തനത് വിധിയുടെ സമയമാണ്. അമ്മയെ ചേർത്ത് പിടിക്കുന്നവർ അമ്മയോടുകൂടെ സ്വർഗത്തിലേക്ക് പോകുന്നുള്ളത് നമുക്ക് ഉറപ്പായ വിശ്വാസത്തിൻ്റെ ആഴമുണ്ട്. നമുക്ക് വചനം പറയുന്നത്, മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഫൗസ്റ്റീന പുണ്യവതിയുടെ ഈ എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ പുസ്തകത്തിൽ പലപ്പോഴും അമ്മയെ നീല കാപ്പയും വെള്ള ഉടുപ്പിട്ടായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അമ്മയെ കണ്ട ദർശനത്തിൽ കാണുന്നത് നീല ഉടുപ്പ് മാതൃത്വത്തിൻ്റെയാണ്. അമ്മയെപ്പോലെ മക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയുടെ അതിൻ്റെ പ്രതീകമാണ് നീല ഉടുപ്പ്. ഞങ്ങൾക്കാണ് ഒരു കുഞ്ഞ്, അവന് ഒരു ജോലി വേണ്ടെന്ന് വെച്ച് അടുത്തൊരു ജോലിക്ക് സെലക്ഷൻ വന്നപ്പോൾ ഒരേ സമയത്ത് 2 ജോലി വന്നു. അപ്പോൾ ഏതെടുക്കണം എന്ന് അവന് കൺഫ്യൂഷനായി. ഒരു ജോലി വേണ്ടെന്ന് വെച്ചു, അതിലധികം പ്രോഗ്രസ് ഇല്ല, അതായത് അതിന് അധികം അങ്ങനെ നമുക്കറിയാലോ, ഒരു ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ ഒരു മരവിപ്പ് മാറി. അപ്പോൾ അവനത് വേണ്ടെന്ന് വെച്ചിട്ട് അടുത്ത ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു.
2 ജോലി ഒരുമിച്ച് വന്നു. അപ്പോൾ 2 ഇൻ്റർവ്യൂ അവൻ പാസ്സായി. ഏത് വേണമെന്ന് അവന് സംശയമായി. അങ്ങനെ അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈശോ പറഞ്ഞത് എൻ്റെ അമ്മയോട് പറയാനാണ്. എൻ്റെ അമ്മയോട് ഈ കാര്യം പറയാനാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈശോ എപ്പോഴും ഈശോയെക്കുറിച്ചല്ല ആദ്യം പറയുക, ഇതെൻ്റെ അമ്മയാണെന്ന് പറയാം. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഈശോ സംസാരിക്കുമ്പോൾ അമ്മയെ ചൂണ്ടിക്കാണിച്ച് ഈശോ പറയാറുണ്ട്, ഇതെൻ്റെ അമ്മയാണെന്ന്. എത്രമാത്രം അമ്മയ്ക്ക് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അടുത്ത് സ്വാധീനമുണ്ട്, മധ്യസ്ഥ ശക്തിയുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. അതിനകത്ത് തന്നെ കൂടുതൽ അമ്മയോട് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ആവേശം മനസ്സിൽ വേണം. അത് ജീവിതത്തിൻ്റെ ഒരു ലഹരിയായി മാറട്ടെ. അമ്മ കൂടെ നടക്കുന്ന അനുഭവം നമുക്ക് ലഭിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായത്, ഞാൻ ജപമാല ചൊല്ലി ആരാധനയുടെ മുമ്പിലിരിക്കുമ്പോൾ, ആരാധനയുടെ മുമ്പിൽ ജപമാല ചൊല്ലിയ ഈശോയ്ക്ക് ഇഷ്ടമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ അമ്മമാരേക്കും മറ്റുള്ളവർ നമ്മുടെ അമ്മമാരെ കുറിച്ച് പുറത്തേക്ക് നന്നായി പറയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കും. നമ്മുടെ അമ്മയെക്കുറിച്ച് സിസ്റ്ററിൻ്റെ അമ്മ നല്ല അമ്മയാണെന്ന് എന്നോട് പുറത്തുള്ള ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമാവില്ല. എൻ്റെ അമ്മ നല്ല അമ്മയാണ്. പുത്രൻ തമ്പുരാൻ അവിടെ ഇരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അടുത്തുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ സ്ത്രീ ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്തുണ്ട് നമുക്കറിയാം. ഈശോ എവിടെയുണ്ട്, അവിടെയൊക്കെ പരിശുദ്ധ അമ്മയുണ്ട്. തൻ്റെ അമ്മയെക്കുറിച്ച് നമ്മൾ നല്ല കാര്യം പറയുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു, പുത്രൻ തമ്പുരാൻ സന്തോഷിക്കുന്നു, ഈശോ സന്തോഷിക്കുന്നു. അപ്പോൾ ജപമാല ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് ചെല്ലുമ്പോൾ ഈശോയ്ക്ക് ഇഷ്ടമാണ്, ഈശോയ്ക്ക് സന്തോഷമാണ്. കാരണം അമ്മയെക്കുറിച്ച് പറയുന്നത് ഈശോയ്ക്ക് സന്തോഷമാണ്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇങ്ങനെ അമ്മയുടെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സീൻ പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്ക് മാതിരി ഞാൻ ആരാധനയുടെ മുമ്പിൽ കാണാം. അതെങ്ങനെയായിരുന്നു, ഒരു ക്രീം കളർ സാറ്റിൻ തുണിയുടെ തുണി കൊണ്ട് ഒരു കർട്ടൻ ഇട്ടിരിക്കുന്നു. അത് നല്ല പ്ലീറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഇട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സൈഡിൽ കോർണറിൽ പരിശുദ്ധ അമ്മയുടെ രൂപം ഇരിക്കുന്നു. ആ രൂപത്തിൻ്റെ ചുറ്റും ആകെ വൃത്തികേടായിട്ടിരിക്കുന്നു. ഇങ്ങനൊരു സീനാണ്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. വരാൻ പോകുന്ന എന്തോ സംഭവമെന്ന് എനിക്ക് മനസ്സിലായി. അത് പലപ്പോഴും അങ്ങനെ ഒരു കാര്യങ്ങൾ ഈശോ കാണിച്ചു തരാറുണ്ട് ആരാധനയുടെ മുമ്പിലിരിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ അതായത് ക്രീം കളർ കർട്ടൻ്റെ ഫ്ലീറ്റ് ഇട്ടിരിക്കുന്നു. അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് പന്തലിലൊക്കെ അലങ്കരിക്കണോണം ഭംഗിയായിട്ട് ഫ്ലീറ്റ് ഇട്ടിരിക്കുന്നു. ഒരു മൂലയ്ക്കായിട്ട് അമ്മയുടെ രൂപം അങ്ങനെ ചെടി രൂപം കുഴപ്പമില്ല, പക്ഷെ ചുറ്റുപാട് അങ്ങനെ ചെടി പിടിച്ചിരിക്കുന്നതായിട്ട് കാണിച്ചു തന്നു. 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ ഇത് കണ്ട് മൂന്നാമത്തെ ദിവസം എനിക്കൊരു ഈ പരിശുദ്ധ അമ്മയുടെ ജപമാല നടക്കുന്ന സ്ഥലത്ത് പോകാനായിട്ടൊരു അവസരമുണ്ടായി. ഈ സ്ഥലത്ത് ഞാൻ പോയപ്പോൾ പെട്ടെന്ന് ആദ്യം അവിടെ ഒരു ചെറിയ കപ്പേളയുണ്ട്. കപ്പേളയുടെ അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ആ വീട്ടിലേക്ക് പോകുന്നത്. ഞാൻ ആ കപ്പേളയിൽ പോയി നോക്കിയപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. ഞാൻ കരയാൻ തുടങ്ങിയാണ്. കാരണം എന്നെ 3 ദിവസം മുമ്പ് കാണിച്ചെന്ന ആ സംഭവം അതാണ്. അമ്മയുടെ രൂപം കുഴപ്പമില്ല, ചുറ്റും ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നു. അപ്പോൾ എനിക്ക് അമ്മ കാണിച്ചെന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ വീട്ടിൽ കയറി അവിടുത്തെ ജപമാല എല്ലാവരും ചേർന്നുള്ള ജപമാലയ്ക്ക് കഴിഞ്ഞ ശേഷം ആ കുടുംബനാഥനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഒരു കപ്പേള എത്രയും പെട്ടെന്ന് പെയിൻ്റ് അടിക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അവിടുത്തെ ഗ്യാതറിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ കുടുംബനാഥനോട് പറഞ്ഞു, എനിക്ക് ആ കപ്പേളയിൽ ഒന്നും കൂടി പോകണം എന്ന് പറഞ്ഞു. അമ്മ കാണിച്ചെന്ന കപ്പേളയല്ലേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ കുടുംബനാഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ആ കപ്പേളയിൽ ഞാനും കൂടി പോയി. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു മരം നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സിസ്റ്ററെ വർഷങ്ങളായിട്ട് ഇതൊന്ന് വെട്ടാൻ പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള വീട് അവർ പൂട്ടിയിട്ടേക്ക് എന്തോ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ആ വീട്ടിൽ ആരും താമസിക്കുന്നില്ല. അപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ ഈ മരം ഇവിടെ വെച്ചിരിക്കുന്ന കാരണം ഈ കപ്പേളയിലേക്ക് നിറയെ ഇലകളൊക്കെ വീണ് ആകെ കപ്പേള ആകെ വൃത്തികേടായിക്കൊണ്ടിരിക്കുക. നമ്മൾ പെയിൻ്റ് അടിച്ചാൽ പിറ്റേ ദിവസം തുടങ്ങി ഈ ഇലകളുടെ കറകളൊക്കെ വീണ് ഈ കപ്പേള ആകെ വൃത്തികേടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവിടെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അമ്മയാണല്ലോ ഈ സ്ഥലം കാണിച്ചു തന്നെ, ഇത് പെയിൻ്റ് അടിക്കാനായിട്ട് പറഞ്ഞു, ഈ ഇവിടെ നിൽക്കുന്ന മരം വെട്ടാനായിട്ട് അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അമ്മ എല്ലാം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഏൽപ്പിച്ച് പോകണം. ഞാൻ അവരോട് പറഞ്ഞു, ഒരാഴ്ചയ്ക്കുള്ളത് പെയിൻ്റ് അടിച്ച് റെഡിയാക്കി തരണം എന്ന് പറഞ്ഞു. അമ്മ കാണിച്ചെന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ ഒരു അത്ഭുതം നടന്നു. ഞാൻ പറഞ്ഞു, എന്താണത്? അവർ പറഞ്ഞു, വർഷങ്ങളായിട്ട് ഈ മരം വെട്ടാനായിട്ട് ഇവർ സമ്മതിക്കാറില്ല. മാത്രമല്ല ഈ മരം അവിടെ വെട്ടുന്ന സമയത്ത് കറണ്ട് സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല അപേക്ഷകളും കൊടുത്ത് സമയമെടുക്കും അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട്. പക്ഷേ ഈ മരം ഞാൻ ഏൽപ്പിച്ച ആ കുടുംബനാഥൻ ചെന്ന് ചോദിച്ചപ്പോൾ തൊട്ടടുത്ത വീട്ടുകാർ പറഞ്ഞു, അത് ഇന്ന് തന്നെ വെട്ടിക്കോളാൻ പറഞ്ഞു. അത് മാത്രമല്ല അത് അവിടെ കറണ്ടിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരും പെട്ടെന്ന് സമ്മതിച്ചു, കറണ്ട് ഓഫ് ചെയ്തു, മരം വെട്ടാൻ പോകണം സിസ്റ്റർ, പെയിൻ്റ് അടിക്കാൻ ആളെ വന്നു. ആ കുടുംബനാഥന് അന്ന് പ്രത്യേക ഒരു അനുഗ്രഹം കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മ കൊടുത്തു.
അവരന്ന് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഇതുവരെ ഉണ്ടാവാത്തൊരു സംഭവം, ഇതുവരെ കുരുക്കഴിയാത്തൊരു കെട്ട് എൻ്റെ അമ്മ അതേ അഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ. അതായത് ഈ പെയിൻ്റ് അടിക്കാനായിട്ട് അവർ സമ്മതിച്ച വീട്ടിൽ ഒരു കെട്ട് പരിശുദ്ധ അമ്മ ഇടപെട്ട് അവിടെ അത് ശരിയാക്കി കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മയെ ബഹുമാനിക്കുന്നവനെ സ്വർഗം ബഹുമാനിക്കും. അമ്മയെ മഹത്വപ്പെടുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും. ഞാൻ ഓർക്കേണ്ട ഒരു ചേച്ചി, അവർക്ക് വീടൊന്നുമില്ല, ഒരു പാവപ്പെട്ട ചേച്ചി, വീട്ടിലെ ഈ ഒരു മലമ്പ്രദേശത്ത് അവർ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ആകെപ്പാട് അവരുടെ കയ്യിലുള്ള സമ്പത്ത് കടമുണ്ട്. കടത്തിൻ്റെ കാര്യം ഒരു ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ആർഭാട ജീവിതത്തിന് വേണ്ടി പൈസ എടുത്തിട്ടല്ല കടം വന്നേ, മക്കളെ കെട്ടിച്ചയക്കാനുള്ള ഒരു കടം വന്നേ. ജീവിതത്തിലൊന്നുമില്ല, ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി വീട്. പക്ഷെ അവർക്ക് ആകെപ്പാടൊരു സമ്പത്ത് പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ ജപമാല അവർ ഉയർത്തിപ്പിടിച്ച് ധാരാളം ജപമാലകൾ ചൊല്ലും. അമ്മയോടൊരു പുത്രി നിർവിശേഷമായ സ്നേഹം, എപ്പോഴും അമ്മയെ കൂടാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അത് മാത്രമേ അവരുടെ സമ്പത്തുള്ളൂ. ബാക്കിയും കടത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇവർക്ക് അതിനിടയ്ക്ക് ഒരു വലിയ അസുഖം വന്നുപെട്ടു, ഓർമ്മക്കുറവ് വന്നു, തളർന്നു പോകുന്ന അവസ്ഥ വന്നു. ഈ ജപമാല ഈ അവസ്ഥയിലും ഇരുന്ന് ചൊല്ലി ഈ അമ്മ ഇന്ന് പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് പല വീടുകളിലൊക്കെ ജോലിക്ക് പോയി. ആ കുടുംബത്തിൽ അവിടെ നല്ലൊരു വീട്, അത് കൃത്യം കർത്താവ് അതിൻ്റെ സ്ക്വയർ ഫീറ്റൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത്രയും പാടുള്ള പണിയെന്തെന്ന് ഈശോയുടെ വിശുദ്ധ കുർബാനയിൽ ആലോചിച്ച് കൃത്യം പറഞ്ഞു തരും. ഇത്രയും സ്ക്വയർ ഫീറ്റ് വീട് പണിതാൽ മതി എന്ന് കൃത്യം പറഞ്ഞു തരും. അത്രയും തന്നെ ചെറിയൊരു വീട് പരിശുദ്ധ അമ്മ ഇടപെട്ട് ആ ഓരോ വീടിൻ്റെ പണിയുടെ സമയത്തും അവരവിടെ ഇരുന്നിട്ട് ബൈബിൾ ഉറക്കെ വായിച്ച് ജപമാല ചുറ്റും നടന്ന് ചൊല്ലി, അങ്ങനെ ആ വീട് ഇന്ന് നല്ല മനോഹരമായിട്ട് വീട് പരിശുദ്ധ അമ്മ ഇടപെട്ട് ആ വീടിൻ്റെ ലോൺ അതിനെ എടുത്ത പ്രശ്നം കടങ്ങളൊക്കെയും അമ്മ തീർത്തു കൊടുത്ത് ഈ ചേച്ചിയെ പൂർണ്ണ സൗഖ്യമുള്ള അമ്മയുടെ മധ്യസ്ഥ ശക്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെ പ്രൗഢി സങ്കീർത്തനം 45:17 പറയുന്നുണ്ട്. തലമുറ തോറും നിന്റെ നാമം കീർത്തിക്കപ്പെടാൻ ഞാൻ ഇടയാക്കും, ജനതകൾ നിന്നെ എന്നേക്കും പ്രകീർത്തിക്കും. തലമുറ തോറും നിന്റെ നാമം കീർത്തിക്കപ്പെടാൻ ഞാൻ ഇടയാക്കും, ജനതകൾ നിന്നെ എന്നേക്കും പ്രകീർത്തിക്കും. അമ്മയ്ക്ക് നമ്മുടെ സങ്കടം കാണാൻ ഒരു കണ്ണുണ്ടെന്നേ, അമ്മയ്ക്ക് നമ്മുടെ സങ്കടം കേൾക്കാൻ ഒരു ചെവിയുണ്ടെന്നേ, നമ്മുടെ നൊമ്പരം അറിയാൻ, നമ്മുടെ നൊമ്പരം അനുഭവിക്കാനായിട്ട് ഒരു ഹൃദയമുണ്ടെന്നേ. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി മെഡ്ജുഗോറി പോകണമെന്ന് വലിയ ആഗ്രഹം. 2-3 ദിവസമായി അതിനുവേണ്ടി ഓടി നടക്കായിരുന്നു. എവിടെ പോയാലും ബ്ലോക്ക്, വീസ ശരിയാവുന്നില്ല, തടസ്സങ്ങൾ വരാം. അപ്പോൾ അവർക്ക് ആകെ സങ്കടമായി. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് ഞങ്ങളൊന്നും ശരിയായിട്ടില്ല, അതുകൊണ്ടായിരിക്കും ഇനി മാനസാന്തരപ്പെടാനുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അമ്മ അനുവദിക്കാത്തത്. പിന്നെ അവർ ഡൽഹി പോയിട്ട് ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഡൽഹിയിലേക്ക് പോണ സമയത്ത് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അമ്മ കൂടെ വരുന്നേ, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അമ്മയുടെ സ്ഥലത്തേക്ക് പോകാനല്ല, അമ്മ കൂടെ വരും, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഇന്നലെ രാത്രി അവർ മെജൂറിയിലേക്ക് പോയിരിക്കുകയാണ്. ഒരുപാട് തടസ്സങ്ങളുണ്ടായി, പക്ഷേ അമ്മയെ വിളിച്ച് ആഴത്തിൽ പ്രാർത്ഥിച്ചു. അമ്മ ഇടപെട്ട് ഇന്നലെ അവരെ മെജൂറിയിലേക്ക് കൊണ്ടുപോയൊരു സംഭവം ഞാൻ ഓർക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മ കൈവിടാത്തൊരമ്മയാണ്. നമുക്ക് ഏറ്റവും നല്ലതാണെന്ന് എന്താണെന്ന് അമ്മയ്ക്ക് അറിയാം. അത് തക്ക സമയത്ത് പ്രിയപുത്രനോട് ചോദിച്ച് അമ്മ സാധിച്ചു തരുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിത ബലി പൂർത്തിയാക്കാൻ പരിശുദ്ധ അമ്മ കൂടാതെ പറ്റില്ല. ഒരു മനുഷ്യൻ്റെ ജീവിത ബലി പൂർത്തിയാക്കാൻ, സ്വർഗത്തിലേക്ക് നടക്കുന്ന ദൈവ കൃപയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിത ബലി പൂർത്തിയാക്കാൻ പരിശുദ്ധ അമ്മ കൂടാതെ പറ്റില്ല. ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ കൂടിയുള്ള ആത്മീയതയാണ് പൂർത്തിയായിട്ടുള്ള ആത്മീയത. അത് കർത്താവിൻ്റെ ജീവിതം തന്നെ എടുത്ത ഈശോയുടെ ജീവിതം, കുരിശിൻ ചുവടിൽ അമ്മയാണ് നിൽക്കുന്നത്. ജീവിത ബലിയെ അമ്മയുടെ കൂടെയാണ്, അമ്മയോട് കൂടെയാണ് ഈശോ പൂർത്തിയാക്കിയത്. തകർന്ന സ്വപ്നങ്ങൾ, ഒഴിഞ്ഞ കൽഭരണികൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അമ്മയെ വിളിച്ചാൽ മതി. അവളുടെ മധ്യസ്ഥ ശക്തി അത്ര വലുതാണ്, അവൾ ഇടപെടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പങ്കുവെച്ചത്, അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ ഒരുപാട് സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിയെ, അമ്മയെ കൂട്ടുപിടിച്ചുള്ളൊരു ജീവിതം. അവർ പറയാണ്, അവർ സഞ്ചരിച്ചിരിക്കുന്ന വാഹനത്തിന് സൈഡിൽ നിന്ന് ഒരു ചേച്ചി വന്ന് വാഹനത്തിൽ മേടിച്ചു. ആ വാഹനം കണ്ടവർ ജീവിച്ചിരിക്കുമെന്ന് തോന്നില്ല, അത്തമാതിരി വാഹനം തകർന്ന് തരിപ്പണമായി. പക്ഷെ ഈ ചേച്ചി അതിനുള്ളിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത് ജപമാല ചൊല്ലിക്കൊണ്ട് ഒരു പോറൽ പോലും ഇല്ലാതെ ആ മക്കള് സംരക്ഷിക്കപ്പെട്ടു. പരിശുദ്ധ അമ്മ ഒരു തള്ളപ്പക്ഷിയാണ്, അവളുടെ ചിറകിൻ കീഴിൽ നമുക്ക് സംരക്ഷണമുണ്ട്. അമ്മയോട് ചേർന്ന് നിന്നാൽ സ്വർഗം നമ്മളെ ബഹുമാനിക്കും. അമ്മയോട് ചേർന്ന് അധ്വാനിച്ചാൽ ത്രിത്വം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അമ്മയുള്ളിടത്ത് ത്രിത്വമുണ്ട്.
മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മഠത്തിൻ്റെ മുമ്പിലുള്ള ഗ്രോട്ടോ ഒരു ദിവസം പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ തന്നെ പെയിൻറ് ചെയ്ത് നല്ല മഴക്കാറ്. അപ്പം അമ്മോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾ ഈ പെയിൻറ് ചെയ്യുന്നത് വലിയ പ്രൊഫഷണൽ പെയിൻറ്റിങ് ഒന്നല്ല, അമ്മയ്ക്കറിയാമല്ലോ, അതുകൊണ്ട് ഈ മഴ ഒരു തുള്ളി വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഒലിച്ചു പോകുമെന്ന് പറഞ്ഞു. അതായത് നോക്കി പറഞ്ഞു, ആ മഴക്കാറ് കാറ്റെടുത്ത് പോയിട്ട് ഒരു തരി പോലും മഴ പെയ്യാതെ ആ പെയിൻറ് ഉണങ്ങി ഏറ്റവും മനോഹരമായിട്ട് അവിടെ അമ്മയുടെ ജപമാല മാസം ആരംഭിക്കാനായിട്ട് അമ്മ അനുഗ്രഹിച്ച് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മയെ കൂട്ടുപിടിക്കുന്നവർ ഒരിക്കലും നിരാശപ്പെടേണ്ടവരില്ല. നന്മ നിറഞ്ഞ അമ്മയെ എന്ന് വിളിക്കുമ്പോൾ അവൾ എല്ലാ സുഹൃതങ്ങളുടെ രാജ്ഞിയാണ്. ജീവിതയാത്രയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ഏതെല്ലാം മേഖലകളിൽ നമുക്ക് പോരാടേണ്ടി വന്നാലും ചിലപ്പോഴും ഈ ചില അമ്മമാരും എന്നോട് പങ്കുവച്ചത് അവർ പറയാണ്, ഒരു പക്ഷെ മകൻ അല്ലെങ്കിൽ മകള് ബാംഗ്ലൂരോ അല്ലെങ്കിൽ അകലങ്ങളിൽ UK അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ പോയിരിക്കായിരിക്കും, അല്ലെങ്കിൽ ജോലിക്ക് പോയിരിക്കായിരിക്കും. അപ്പോൾ അവർ വീട്ടിലിരുന്ന് ജപമാല ചൊല്ലുമ്പോൾ ഒരു തിന്മയും ആ കുഞ്ഞുങ്ങളെ ബാധിക്കാതിരിക്കാൻ മാതാവ് നീലക്കാപ്പ കൊണ്ട് അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അമ്മമാർ പങ്കുവയ്ക്കാറുണ്ട്. ഒരു തിന്മയും നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെയൊക്കെ പുറത്തു വിട്ടാൽ നമുക്ക് അസ്വസ്ഥതയാണ്, അവർ തിരിച്ചു വരുന്ന എന്താ അവസ്ഥയിലായിരിക്കുന്നത്. പക്ഷെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് അമ്മയെ അവരുടെ സംരക്ഷണം അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു തിന്മയിലേക്ക് പോകാതിരിക്കാൻ അമ്മ അവിടെ സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഈ ഒരു അമ്മയുടെ ശക്തിയിൽ ആശ്രയിച്ച്, പ്രത്യേകിച്ച് ജപമാല മാസത്തിലും അമലോത്ഭവ ഹൃദയത്തിൻ്റെ ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, നമ്മുടെ കുടുംബത്തെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, നമ്മുടെ വാഹനങ്ങളെ, നമ്മുടെ വീടിനെ, പറമ്പിനെ, 4 അതിർത്തികളെ, വെള്ളം കറണ്ട് പോലെ എല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചാൽ എല്ലാത്തിൻ്റെയും കൺട്രോൾ അമ്മ ഏറ്റെടുക്കും. അവിടെ അത് അനുഗ്രഹത്തിൻ്റെ ഒരു വീടായിരിക്കും, അനുഗ്രഹത്തിൻ്റെ മക്കളായിരിക്കും, അനുഗ്രഹത്തിൻ്റെ കുടുംബമായി മാറും. നമ്മുടെ മക്കളൊക്കെ ദേശത്തിനും അതുപോലെ രാജ്യത്തിനും അനുഗ്രഹമുള്ള മക്കളായി തീരും. ഒരിക്കൽ പോലും എനിക്ക് ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെ അറിയാം. അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുകയും അമ്മയെ ചേർത്ത് പിടിക്കുന്ന മക്കൾ ഒരിക്കൽ പോലും തിന്മയുടെ മേഖലയിലേക്ക് പോകാൻ അമ്മ അനുവദിക്കാത്ത, അങ്ങനെ പോകാൻ സാധ്യതയെ അമ്മ കൂട്ടിങ്ങനെ എന്താ പറയുക, അമ്മമാർ പിടിച്ചിങ്ങനെ കൊണ്ടുവരണോണം അമ്മ ചേർത്ത് പിടിച്ചിങ്ങനെ കൊണ്ടുവരും. ഏതെങ്കിലും വഴി എന്ന് ദൈവദൂതന്മാരയച്ച് അവരെ ആ തിന്മയിൽ നിന്ന് വിടുവിക്കുന്നത് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയോടുള്ള ബഹുമാനം സ്വർഗത്തോടുള്ള ബഹുമാനമാണ്. പരിശുദ്ധ അമ്മയോടുള്ള ബഹുമാനം പരിശുദ്ധ ത്രിത്വത്തോടുള്ള ബഹുമാനമാണ്. ഇന്നു മുതൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ.